Hi friends, JENY'S VLGOS स्वागतम. अब इन्नത്തെ റെസിപ്പി കൊഞ്ചും മാങ്ങായുമാണ്. അപ്പോൾ ചെട്ടികുളങ്ങര അമ്പലത്തിലെ ഉത്സവമൊക്കെയാണ്. കുംഭഭരണിയിലാണ് മെയിനായിട്ട് അവിടുത്തെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ ഈ കൊഞ്ചും മാങ്ങായും എന്നുള്ള ഈ വിഭവം അവിടെ അത്രയും പ്രശസ്തിയാകാനെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉത്സവ സമയത്ത് ഒരു വീട്ടിലൊരു അമ്മ ഇതുപോലെ പണിയൊന്നും തീർത്തിട്ട് അവസാനം കൊഞ്ചും മാങ്ങ അടുപ്പ് വെച്ചു. അപ്പോൾ കുത്തിയോട്ടം കാണാൻ പോകാനെ കൊണ്ട് സമയം പോയിട്ട് ധൃതിയിൽ എന്താ ചെയ്യണമെന്നറിയാതിരിക്കുന്ന സമയത്താണ് ലാസ്റ്റിലാണ് വെക്കുന്ന വിഭവമാണിത്. അപ്പം പറഞ്ഞു, ദേവി ഞാൻ കുത്തിയോട്ടം കാണാൻ പോവാണ്, എൻ്റെ കൊഞ്ചും മാങ്ങായും ഒന്ന് നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞൊരു ഐതിഹ്യമുണ്ട്. അപ്പം ഈ കുത്തിയോട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി താമസിച്ച അമ്മ വീട്ടിൽ വന്നത്. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച ആ കറി നന്നായിട്ട് പറ്റി അതേപടി വാങ്ങി തറയിൽ വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കുക, ആരാണ് ഇങ്ങനെ കാര്യമായിട്ട് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്, ഇത് ആരാണ് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ രാശിരീതി അമ്മ കേൾക്കുന്നതാണ് ഐതിഹ്യം. എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഞാൻ നോക്കില്ല എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ ആ ഒരു കഥ വാമൊഴിയായിട്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ട് ആ പ്രദേശത്തിലെ കുംഭഭരണി സമയത്ത് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. ഇത് ആ കഥ അങ്ങനെയാണെങ്കിൽ പോലും ഈ കറി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണാണ്, കൊഞ്ചൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ചും മാങ്ങയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓളം ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ വാങ്ങിയ കൊഞ്ച് വൃത്തിയാക്കി എടുക്കാത്ത കൊഞ്ചാണ്. അതിൻ്റെ തലയും അതിൻ്റെ മീശയൊക്കെ ഉള്ള കൊഞ്ചാണ്. അപ്പോൾ അതിന് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ചൂടാക്കി ഇത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് ഒന്ന് കഴുകിയെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് തീ കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കൊഞ്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ എടുക്കുന്ന കൊഞ്ച് ഒരു ചെറിയ കൊഞ്ച് യൂസ് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോയോളം കൊഞ്ചിപ്പം ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കൈ പോലെ ചൂടാക്കണ്ട, ഇതിൻ്റെ ഒന്ന് ചൂടാക്കി കഴിയുന്നുണ്ടെ നമ്മൾ മുറത്തിലൊക്കെ ഇട്ടൊന്ന് പാറ്റിയെടുത്ത് കഴിയുന്നുണ്ടെ അതിൻ്റെ തലയും വീശ പോലുള്ള ചെറിയ ഇതുണ്ടല്ലോ, ഇതേപോലൊക്കെയുള്ള ഇതൊക്കെ അങ്ങ് പോകും. ഒന്ന് കൈയിട്ടൊന്ന് തിരുമ്മിയെടുത്ത് കഴിയുമ്പോൾ അപ്പം അതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ പാക്കറ്റിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇതേപോലെ ഉണക്ക കൊഞ്ച് വാങ്ങാൻ കിട്ടും. അതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുത്താൽ മതി. അത് ആദ്യമേ ചൂടാക്കുക, അതിന് ശേഷം നന്നായിട്ട് കഴുകി വാരിയെടുക്കുക. ചൂടാക്കുമ്പം തന്നെ കുറേയൊക്കെ ഇതിൻ്റെ മീശ പോലെയുള്ള സാധനങ്ങളൊക്കെ അങ്ങ് പോകും. പിന്നെ ഇത് നമ്മൾ കുറേ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിലൊക്കെ ഇട്ട് സൂക്ഷിക്കുക. അല്ലെങ്കിൽ വെളിയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉറുമ്പ് കയറിയിട്ട് ആകെ ഇത് ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളാതായിട്ട് പോകും. അപ്പം നമ്മുടെ കൊഞ്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തലയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്ന് തലയെല്ലാം കളഞ്ഞിട്ട് കഴുകി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒന്ന് ചൂടാക്കിയെടുത്ത് കൊഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ തലയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഞാനൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അത് ഞാനൊരു 50 ഗ്രാമോളം ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ചെറിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടുവേ ഒന്ന് പിളർന്നിട്ടാലും മതി. പിന്നെ ഞാൻ ചെറിയ സൈസിലുള്ള 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നീളത്തിൽ, അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, നീളത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാങ്ങ ഒന്ന് അരിഞ്ഞ് കുറച്ച് നേരം കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പുളി ഒന്ന് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതേപോലെ ഒരു 4 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് മുളക് പൊടിയാണ്. ഞാനൊരു 1.25 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് ഒരു 1/4 ടീസ്പൂണിൽ താഴെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഞാൻ ഇവിടെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4-5 ചെറിയ ഉള്ളിയോടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിതൊരു തോരൻ രീതിയിലാണ് നമ്മുടെ ഈ കൊഞ്ചും മാങ്ങ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതേപോലെ പച്ചമുളക്, അതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, അതേപോലെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും തേങ്ങയും, ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി. അപ്പം മുളക് പൊടിയേക്കാട്ടി കുറഞ്ഞായിരിക്കണം മല്ലിപ്പൊടി എടുക്കുന്നത്. മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ലേശം ഉലുവാപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഞെരടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സ്പൂണിട്ട് ഇളക്കി എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഞെരടി അങ്ങ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് ഞെരടി എടുക്കുന്നുണ്ടെ കുറച്ച് തേങ്ങ പാല് തന്നെ അതിനകത്തിൽ ഇറങ്ങാനെ കൊണ്ട് പറ്റും. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഈ കൊഞ്ച് ചിലർ പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മാങ്ങ കൊത്തും നമ്മുടെ ഈ കൊഞ്ചുമൊക്കെ തന്നെ ഒന്ന് വായിൽ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പൊടിച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഓരോരുത്തരുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കൊഞ്ചുമാങ്ങ വെക്കുന്ന സമയത്ത് പലരും ഇതിനകത്തിൽ ചക്കക്കുരു ഇടും, മുരിങ്ങക്കായ ഇടും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പിന്നെ ഒറിജിനൽ കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത് അതിൽ കൊഞ്ചും മാങ്ങായും മാത്രമേ ഉള്ളൂ. നമ്മുടെ ആ ചെട്ടികുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അവരുടെ രീതിയിൽ അവർ തയ്യാറാക്കിയെടുക്കുന്നതിനകത്തിൽ കൊഞ്ചും മാങ്ങായും മച്ചും മാത്രമാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇതിനകത്തിൽ വേറെ സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അധികം വേവൊന്നും ഇല്ല, എന്നാലും നമ്മൾ ആ കൊഞ്ചൊന്ന് ചൂടാക്കിയൊക്കെ എടുത്തുകൊണ്ട് അധികം മാങ്ങ ഒന്ന് വേകുന്ന ഒരു താമസമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ മാങ്ങയിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. ആ തേങ്ങ ചതച്ച ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മാത്രമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ കൊഞ്ചും മാങ്ങായ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അധികം വേവില്ല, ഒരു 7-8 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ തോരൻ റെഡിയാവും. പിന്നെ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെക്കുക. ഇത് ജസ്റ്റ് ആ മാങ്ങായും ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കൊഞ്ചിനധികം വേവൊന്നും ഇല്ലാത്ത കാരണം. അപ്പോൾ എല്ലാം അതൊന്ന് ആ തോരനയിൽ ആ അരപ്പെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് ഇതിനകത്തിലെ വെള്ളം ഇറങ്ങി നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഇതിനി ഒന്ന് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ തോരനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കൊഞ്ചും മാങ്ങയും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പും എരിയും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം.
ഇപ്പം അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മാങ്ങയ്ക്ക് നല്ല പുളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കൊഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അതിൽ കിട്ടില്ല. അപ്പം ഇതിൽ ഉപ്പുവരിയും പുളിയും എല്ലാം കറക്റ്റാണ്. എൻ്റെ മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓളം ഓപ്ഷനും. അപ്പോൾ നമുക്ക് ഇനിയും വേറൊരു വീഡിയോയുമായി കാണും വരെ. ബൈ.